ഇത് നേരത്തെയൊക്കെ ഞങ്ങൾ 25 പൈസക്ക് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. 1 രൂപയ്ക്ക് 4 എണ്ണം. ദിവസം ആകുമ്പോൾ വെളിച്ചം വരും. അതെ, നമ്മൾ മേളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുഞ്ഞിനെ കൊഞ്ചിച്ചോണ്ടിരിക്കുമ്പോ ചുറുക്കൂനെ മറന്നുപോയി പറഞ്ഞു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. കാരണം അറിയാമല്ലോ, എൻ്റെ കൈക്ക് വയ്യായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ചെറിയ പനി ഉണ്ടായിരുന്നു, ചങ്കിന് ബുദ്ധിമുട്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് തീരെ വയ്യ. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ കിടപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോങ് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. നമ്മളെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ് ആ സംഭവം അല്ലേ. ആദ്യം പറയാം, വഴിയെ ഞങ്ങളത് പറയുന്നതായിരിക്കും. അത് കണ്ടപ്പോ എനിക്ക് കിട്ടിയ ആത്മസന്തോഷം, അതെല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അതിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും പറയാൻ വാക്കില്ല. ഈ ചുരുങ്ങിയ സമയത്തില് നമുക്ക് ഇത്രയൊക്കെ സന്തോഷം ഉണ്ടാകാൻ പറ്റിയതിൽ തന്നെ വലിയ സന്തോഷം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, എനിക്ക് വളരെ പ്രീതിയുണ്ട്, ജോയലുണ്ട്, താഴെ എബനേസറും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് വിചാരിച്ചു, ഞങ്ങൾക്ക് ഈ സന്തോഷമുള്ളപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരാളുടെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഒന്ന് കാണാം എന്നൊക്കെ വിചാരിച്ചു. നമ്മൾ അറിയുന്ന ഒരാളാണ്. ആരാണെന്ന് ഞാൻ ഇപ്പൊ പറയാം. നമ്മൾ അവരുടെ വീട്ടിൽ പോയ ശേഷം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, നമുക്ക് 2-3 വീട് അപ്പുറയാണ്. അപ്പൊ ആ വീട്ടിൽ പോവുക, എന്നിട്ട് ആ ആളെ കാണിച്ചു തരാം, ആളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പൊ നേരെ ആൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് അവന്മാരെ പറഞ്ഞു വിടണം. എനിക്ക് ഒത്തിരി നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പം അവന്മാര് പോയി എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരും. വന്നിട്ട് ശേഷം ആളുടെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ. ഇവിടെ നമുക്ക് എന്നാ മേടിക്കുന്നേ? ആദ്യം ചെറിയ നമ്മുടെ ഈ ഒത്തിരി പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങാം കേട്ടോ. ഓക്കെ ഓക്കെ, അത് ഈ സെറ്റല്ലേ? നമുക്ക് ഞാനും ആദ്യം നേരെ കടയിൽ പോട്ടെ. പറ, ഞാൻ വാതിലൊക്കെ പൊട്ടിട്ട് നിൽക്കാട്ടോ. നമുക്ക് നേരെ ഇനി കടയിലേക്ക് പോവാം. പാട്ടുപാടാതി പാട്ടോട് ഇല്ലുമിനാട്ടി അണ്ണന്തടി നാടൻ നമുക്ക് നേരെ കടയ്ക്ക്. അപ്പൊ ഗൈസ്, നമ്മുടെ ഏകദേശം എബനേസറിന്റെ വീട് എത്താറായിട്ടോ. അമ്മായി എവിടെ ഇരിപ്പുണ്ട് ഗൈസ്. ഏകദേശം കടയെത്താറായി. ആദ്യം തുള്ളിച്ചാട്ടി പോകട്ടോ. എന്തോ ആദ്യയുടെ ബർത്ത്ഡേക്ക് എന്തോ കേക്ക് മേടിക്കാൻ പോണ പോലെയാണ് ആദ്യം പോണത്. ഈ കട എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കടയിൽ കയറാം. ഏത്തപ്പഴം 1 കിലോ ഏത്തപ്പഴം. അപ്പൊ ഗൈസ്, ഈ കടയിൽ ഏത്തപ്പഴം ഇല്ലെന്നാണ് പറഞ്ഞത്. ഇനി ഞങ്ങൾ സിറ്റി പോണം കേട്ടോ. ഇനി നമുക്ക് സിറ്റിയിൽ പോകണം. നമുക്ക് ആ കടയിൽ നിന്ന് ഏത്തപ്പഴം വാങ്ങാം കേട്ടോ. അപ്പോൾ ഗൈസ്, ആ കടയിൽ ഏത്തപ്പഴം ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേറൊരു കട കയറിയിട്ട് നമ്മൾ 1 കിലോ ഏത്തപ്പഴം പറഞ്ഞിട്ടാണ് കേട്ടോ. ഹലോ, ഗൈസ്, അങ്ങനെ നമ്മൾ 1 കിലോ ഏത്തപ്പഴം മേടിച്ചത് കേട്ടോ. ഗൈസ്, ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വാ, അതി പറ്റും. വണ്ടി ഓട്ടോ ബാക്കി വന്ന പൈസക്ക് മുട്ട മേടിക്കാം. അപ്പൊ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു. ഇതാര്? ചേട്ടാ, മുട്ടായി 10 11 മാറാം. മുട്ടായി കാണാം. കോലുമുട്ടായി തന്നേരം 11 രൂപയ്ക്ക് എത്ര എണ്ണം കിട്ടും?
ഓ 11 രൂപയ്ക്ക് 10 നീ 5 6 എടുക്കും. 1 രൂപ കുറവ് വരും, സാരമില്ല. സെറ്റ് മുട്ടായി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കേസ് നമ്മൾ മുട്ടായി മേടിച്ച് ഏത്തപ്പഴം മേടിച്ച് പിന്നെ ആ ചേട്ടൻ ഇച്ചിരി ദൈവമുള്ള ചേട്ടനായിട്ടുകൊണ്ട് പട്ടി പട്ടി പറവി പട്ടി പട്ടി എന്നോടാ കേസ് പട്ടിന്റെ കളി. എവിടെ നിൽക്കണ്ട റൺ ഇതങ്ങനെ വീടെത്താറായിട്ടുണ്ട്. നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. കേസ് അങ്ങനെ നമ്മളെ കാത്ത് കുഞ്ഞേച്ചി അവിടെ നിൽപ്പുണ്ട്. ഒരെണ്ണം നമ്മളെ കുഞ്ഞേച്ചിയുടെ കൈ വെള്ളയിൽ കൊടുക്കാം. ഒരെണ്ണം ഞാൻ തിന്നു. ഒരെണ്ണം വിളിച്ചില്ല വേറെ ഞാൻ കണ്ടായിരുന്നു താഴെ വെച്ച്. എന്താ അവൻ രാവിലെ വന്നപ്പോ അവന് പറഞ്ഞിട്ടുണ്ട് അവന് വയറുവേദനയാണ്. വയറുവേദന ആയതുകൊണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് 3 പേരും കൂടിയാണ് കേട്ടോ പോകുന്നേ. അപ്പൊ കേസ് ബാക്കി കഴിച്ചു ഒരെണ്ണം ജോയലിന്, ബാക്കി 2 എണ്ണം അനുകുട്ടി ചേച്ചി കൊടുക്കാം. അവൻ ജോലിന് കൊണ്ട് കൊടുക്കാൻ പോയത്. അപ്പം നമ്മൾ പോകുന്ന അന്നക്കുട്ടി ചേച്ചിയുടെ അടുത്തേക്കാണ് കേട്ടോ. അന്നക്കുട്ടി ചേച്ചിക്ക് അറിയത്തില്ല, ചേച്ചിക്ക് സർപ്രൈസ്. അത് പൊട്ടരുത് മോനെ, അതെ കറക്കി. അപ്പം അന്നക്കുട്ടി ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ കുറേ ആയി വരുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറയുന്നത്. അപ്പം നമ്മൾ എനിക്കും വയ്യാതായതുകൊണ്ടാണ് പോകുന്നത്. ഇന്ന് നമ്മുടെ അടുത്തല്ലേ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് സർപ്രൈസായിട്ട്, ഇന്ന് ഇതുവരെ കണ്ടില്ല, അപ്പോൾ സർപ്രൈസായിട്ട് നമുക്കൊന്ന് കയറി പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇന്നാണ് കേട്ടോ വെയിൽ തെളിയുന്നത്. അപ്പോൾ എനിക്ക് നേരത്തെ പോയിട്ട് വേഗം വരണം, കാരണം എനിക്ക് തുണിയൊക്കെ കഴുകി വിരിച്ചിടാണ്ട്. എന്താ കഷ്ടപ്പാടുള്ള ദിവസം കഷ്ടപ്പാടുള്ള ദിവസം മഴയും ആണോ? അങ്ങനെയാണോ? കഷ്ടപ്പാട് വരുമ്പോ ഇപ്പൊ സന്തോഷമായോണ്ട് വെളിച്ചം വന്നണ്ട. സന്തോഷമുള്ള ദിവസം ആകുമ്പോ വെളിച്ചം വരും. അതെ, നമ്മൾ മേളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് 2 ഷെയർ ചെയ്ത് കഴിക്കേ. കടിച്ചിട്ട് അങ്ങ് വിടറാ. പൊട്ടാത്ത മുട്ടായി നമ്മൾ മേളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയുള്ള വീടുകളിലെല്ലാവരും പണിയാനൊക്കെ പോയിക്കുന്നുണ്ട്. എല്ലാ വീട്ടിലും തന്നെ ആളുകളൊന്നും ഇല്ല കേട്ടോ. ഈ മുട്ടായുടെ പേരെന്താന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ അതാണ് എള്ളുണ്ട. എള്ളുണ്ട മിഠായി എള്ളുണ്ടാക്കുന്നുണ്ട്. ഇതിനെ എള്ളുണ്ടാന്ന് പറയുന്നത് ഇവിടെ. ഇത് നേരത്തെയൊക്കെ ഞങ്ങൾ 25 പൈസക്ക് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. 1 രൂപയ്ക്ക് 4 എണ്ണം. പക്ഷെ ആ 25 പൈസക്ക് കിട്ടുന്ന മിഠായിയുടെ ടേസ്റ്റ് ഇപ്പൊ ഇതിനില്ല. അത്ര ടേസ്റ്റാ. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല, പല്ല കമ്പിയുള്ളതുകൊണ്ട്. ഏകദേശം വീടാത്താറായിട്ട്. അതെ, ഇതൊരു നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. ചേച്ചി പറഞ്ഞായിരുന്നോ ഗേസിനോട് 6 വീട്ടിലെ പോകുന്നത്? നീ തന്നെയല്ലേ പറഞ്ഞിട്ട് പോയത് അന്നക്കുട്ടി ചേച്ചിക്ക് 2 ലോലിപ്പോപ്പ് കൊടുക്കണമെന്ന്. അപ്പൊ നിങ്ങക്ക് ഏകദേശം മനസ്സിലായി കാണുന്നത്? ഏകദേശം അല്ല, എല്ലാവർക്കും മനസ്സിലായി ഞാൻ പറഞ്ഞു. പക്ഷേ അന്നക്കുട്ടി ചേച്ചിക്ക് നല്ല സർപ്രൈസ് ആയിട്ടാട്ടോ പോകുന്നത്. എൻ്റെ പുള്ളിക്കാരിക്ക് അറിയത്തില്ല. ഇതിനും കൊടുക്കാം. അന്നക്കുട്ടി ചേച്ചി ഇവിടെ ഉണ്ട് കേട്ടോ. പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പട്ടി ടെററാണ്. കടിക്കോ?
അയ്യോ കുഴപ്പമില്ല, അങ്ങ് പോലെ. ചേട്ടനില്ലേ അന്നക്കുട്ടി ചേച്ചിയുടെ വീട് കേട്ടോ. എത്രണ്ണം കൊച്ചൊന്നല്ല, അത് മുഴുവൻ അത് മുഴുവൻ അങ്ങോട്ട്. താങ്ക് യു, വെൽക്കം. അപ്പൊ ഇതാണ് നമ്മുടെ അന്നക്കുട്ടി ചേച്ചിയുടെ വീട് കേട്ടോ. അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഇരിക്ക്. അപ്പൊ നമ്മളോട് കൊറേ അന്നക്കുട്ടി ചേച്ചി കയറുവാന്ന് പറയുന്നു. എന്ത് കഴിച്ചു രാവിലെ? കഞ്ഞി കുടിച്ചു. അത് കഞ്ഞി വെച്ച് കുടിച്ചു. ആ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അന്നക്കുട്ടി ചേച്ചീനെ കേട്ടോ. നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ട് പരിചയം ഉണ്ടായിരിക്കും അന്നക്കുട്ടി ചേച്ചീനെ. ഇതാണ് ചേച്ചിയുടെ വീട്. അപ്പൊ ഇത് ആയി വീട് ആരാ വെച്ചെന്ന്? കൃഷ്ണകാരാണ് വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പൊ എന്താ പറയാ, ചേട്ടനും ചേച്ചിയാണ് ഇവിടെ ഉള്ളത്. ചേട്ടൻ വഴക്കുണ്ടാക്കി പോയി. വഴക്കുണ്ടാക്കി പോയോ? ചേച്ചിയുടെ കാവൽക്കാരനായിട്ട്. പേരെന്തുവാ? ചുറുക്കോ? എടാ പേര് കേക്കടാ, എങ്ങോട്ട് കാണിക്കടാ, പേര് കേക്കടാ. പേരിനെ പറ്റിയതാ ചുരുക്കു. ചുറുക്കു 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 ചുറുക്കു. ആരെ പിടിക്കണ്ട. വാ മോനെ അങ്ങടാ. പോരെ ബാ ബാ കുഞ്ഞാ. ഇതാണ് കേട്ടോ എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചേക്ക. സ്ഥലമില്ലല്ലോ. ട്രഷറുകാര് വേണത് കൊടുത്ത വീടാണ്. ഇവിടെ ഒരു പൂച്ച കടിച്ചോടി. അന്നക്കുട്ടി ചേച്ചിയുടെ കൊച്ചങ്ങളാട്ടത്. ഇതിന്റെ പേരെന്താ? കൊച്ചിന്റെ മോളുടെ നമ്മുടെ പെണ്ണിന്റെ പേര് ചുന്ദരിക്കുട്ടി. സുന്ദരിക്കുട്ടിയോ? വീടത് സുന്ദരിക്കുട്ടി എന്നാണ് പേര്. സുന്ദരിക്കുട്ടി എന്നല്ല, കുഞ്ഞി. കുഞ്ഞി. എന്റെ പൂച്ചയുടെ പേരും കുഞ്ഞി. എന്റെ ആദ്യത്തെ പൂച്ചയുടെ പേരും കുഞ്ഞീന്നാ. എന്റെ രണ്ടാമത്തെ പൂച്ചയുടെ പേര് അല്ല, മൂന്നാമത്തെ പൂച്ചയുടെ പേരാട്ടോ കുഞ്ഞി. കുഞ്ഞേച്ചിയുടെ ഒന്നാമത്തെ പൂച്ചയുടെ പേര് കുഞ്ഞി. ഇപ്പൊ അന്നക്കുട്ടി ചേച്ചിയുടെ പൂച്ചയുടെ പേരും കുഞ്ഞിന്നാട്ടോ. ആദ്യയുടെ പൂച്ചയുടെ പേര് കുഞ്ഞീന്നാട്ടോ. എല്ലാവരുടെയും പൂച്ചയുടെ പേര് കുഞ്ഞിന്നിടാനാട്ടോ നല്ലത്. കൊറേ നാളായി നമ്മളിവിടെ വരണോന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് വരാൻ പറ്റാതെ ചേച്ചി. അതെ, അപ്പോഴാണ് ഇപ്പോഴാണ് സാധിച്ചത് വരാനായിട്ട്. അപ്പൊ അന്നക്കുട്ടി ചേച്ചി ഇന്നും തന്നെ വരുമായിരുന്നു. ഇന്നലെ ഒന്നും ഞാൻ കണ്ടില്ല. ഇന്നലെയും കണ്ടില്ല, ഇന്നും കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അന്നാ നിങ്ങൾ കയറി വരാൻ. എന്താ കാണാൻ എന്നെ എപ്പോഴും കൈയൊക്കെ വയ്യാതിരിക്കുന്നോണ്ട് എന്നും വന്ന് ചോദിക്കും കൈ എങ്ങനെയുണ്ട്, കുറഞ്ഞോ, എന്തൊക്കെ എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പം എനിക്കൊരു കൂട്ടം, ഞാൻ തന്നെ, ഇവന്മാരും ഇല്ല. ഇപ്പൊ ഇവന്മാർക്ക് സ്കൂളുള്ള സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ തന്നെ ഇരിക്കുന്ന സമയത്തൊക്കെ എന്റെ അടുത്തൊക്കെ വന്നിരിക്കുന്ന ചേച്ചിയാണ് കേട്ടോ. വർത്താനൊക്കെ പറയും, എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. കൊച്ചിന് കൈവേദനയായിട്ട് കിടക്കുവാണെന്ന് ഓർത്ത് ഞാൻ വരാണ്ടിരുന്ന. അന്ന് ഞങ്ങൾ ഉറങ്ങുന്ന സമയമല്ലായിരിക്കും. ഞങ്ങൾക്ക് ഇന്നലെ എനിക്ക് വയ്യായിരുന്നു തീരെ. തോന്നിയത് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. കുഞ്ഞ്. അപ്പൊ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഞങ്ങളിവിടെ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിയുടെ അടുത്ത് വരുന്നത്. ഇത് പണിതിട്ട് ഒത്തിരി ആയില്ലോ തോന്നല്ലേ? ഞാനിവിടെ അല്ലായിരുന്നു, നമ്മള് കൊല്ലത്തായിരുന്ന സമയത്ത് പണിത് കൊടുത്തത്. അതിന് ശേഷം വന്നിട്ടില്ല. ഞാൻ ചായ കുടിച്ചോണ്ടിരുന്നു. ചേട്ടായി എടുക്കുന്നേട്ടായി. എനിക്കുണ്ടായിരുന്നു പൂച്ച. മറ്റേ വണ്ടി ഇടിച്ചു കത്ത് പോയത് വലിയ പൂച്ചയായിരുന്നു കുഞ്ഞ്. അല്ലല്ല നിറ ചേനയായിരുന്നു, പൂച്ചക്കുഞ്ഞായിരുന്നു. അത് വണ്ടി ഇടിച്ച് കത്ത് പോയതാ. എനിക്ക് സങ്കടം വന്നത്. ഇപ്പൊ വണ്ടി ഇടിച്ച് ചത്തെന്നൊക്കെ പറഞ്ഞ പൂച്ച എന്റെ ആണോ. എനിക്ക് 3 പൂച്ച ഉണ്ടായിരുന്നു. ആദ്യം 2 പൂച്ച തന്നെ കൊണ്ടുവന്നു. ജാക്ക് ആൻഡ് റോസ് എന്നാണ് ഇട്ടേ. ആണും പെണ്ണുമായിരുന്നു. അപ്പൊ അതിന് ജാക്ക് ആൻഡ് റോസ് അത് കഴിഞ്ഞ് ജാക്ക് മരിച്ചുപോയി. വണ്ടി അടിച്ചു. വണ്ടി കേറി കാല് പോയിട്ട് ആദ്യം ജാക്ക് മരിച്ചു. റോസി ഉണ്ടായിരുന്നു. റോസിക്ക് ഒരു കൂട്ടായിട്ട് വേണ്ടി പുതിയ പൂച്ചനെ പിടിച്ചു. അതിനാണ് കുഞ്ഞിന്ന് പേരിട്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യം കുഞ്ഞി ചത്തു. അത് കഴിഞ്ഞ് കുഞ്ഞീനെ വിഷം വെച്ചതാട്ടോ. അത് കഴിഞ്ഞിട്ട് റോസീനെ വണ്ടി ഇടിച്ചു. അങ്ങനെയാട്ടോ എന്റെ 3 പൂച്ചയും കൊണ്ട്. അന്നക്കുട്ടി ചേച്ചി എങ്ങനെയാ പൈസയൊക്കെ എങ്ങനെയാണ് ചേച്ചി? പെൻഷൻ കൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ? അല്ലാണ്ട് വരുമാനമൊന്നുമില്ല.
പെണ്ണക്കുട്ടി ചേച്ചി പെൻഷനാണ്. പെൻഷൻ കൊണ്ടാണ് ആരെങ്കിലും 10 രൂപ കാശ് തന്ന ഒരു അത്യാവശ്യം വല്ല ചായ കുടിക്കുവോ, ഇച്ചിരി വീഡിയോ വീഡിയോ ഞാൻ ഓർത്ത് വീഡിയോ ഇത്ര നാൾ വീഡിയോയുടെ കാര്യത്തിൽ ആറില്ല. ചായപ്പൊടിയോ പഞ്ചസാരയോ മേടിക്കും. എന്നിട്ട് മരുന്ന് നമ്മുടെ അടുത്തൊന്നും വന്ന് ചോദിക്കത്തില്ല കേട്ടോ പൈസ ഉണ്ടോന്നൊന്നും. ആരോടും നമുക്കും യൂട്യൂബിലൊക്കെ കുറച്ച് വരുമാനമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് പെൺകുട്ടി ചേച്ചിനെ എന്തെങ്കിലും രീതിയിലൊക്കെ സഹായിക്കാന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് അതിനുള്ള നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. നിങ്ങൾ പറയരുത്, എനിക്കും ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവുന്ന സമയത്ത് അതിനുള്ളതൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പിന്നെ എന്താ, പിന്നൊന്നുമില്ല. അത്രയൊക്കെ ഉള്ളൂ. സമാധാനം വേണം. ഒരു പട്ടിയും പൂച്ചയാ. അതെ, ചേച്ചിയുടെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞ ഈ പൂച്ചയും പട്ടിയാണ് കേട്ടോ. അയ്യോടാ എന്നാ നോക്കുവാ കാണിച്ചേ. അത് കുഞ്ഞിന്റെ മോന്റെ കാച്ച ചേട്ടേന് കാണിട്ടുണ്ട്. കുഞ്ഞിനെ നല്ല പൂച്ച. കച്ചിനെ പൂക്കില് കച്ചനെ അയ്യോ നിങ്ങളുടെ പൂക്കില് കച്ചനെ കുഞ്ഞേച്ചി. ഇവിടെ ഇരി മോനെ. കണ്ണു പറഞ്ഞേ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നോടി. എന്താ ഇനി ഓട്ടക്കണ്ണ് ഇട്ട് നോക്കാം, നല്ല കണ്ണിട്ട് നോക്കാം ചേട്ടേനെ. കുഞ്ഞി കുഞ്ഞി ചുറുക്കോ ചുറുക്കു. ഞങ്ങളിവിടെ കുഞ്ഞിനെ കൊഞ്ചിച്ചോണ്ടിരിക്കുമ്പോ ചുറുക്കൂനെ മറന്നുപോയിന്ന് പറഞ്ഞു. പണി ഞാൻ കാണിച്ചു തരാം. ചോദിക്കുന്ന പോലെ അമ്മ കുഞ്ഞിനെ തട്ടി തിന്ന ഇങ്ങനെ വിളിക്കണം. കടിക്കുവേനെ കാണിച്ചത് എന്നൊക്കെ കാണിക്കാൻ എനിക്കറിയാൻ പറ്റില്ല. അക്രമാനെ കാണിക്കണേ കളിക്കണേ ഭയങ്കര എന്താ വേണ്ടേ? ഞാൻ എടുത്തിട്ട് കൊള്ളുന്നേരെ. എവിടെയാ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഒരു പട്ടിയും പൂച്ചയും സ്നേഹം കാണിക്കുന്നേ. എന്നുവെച്ചാ എന്റെ പൂച്ചയൊക്കെ ഉണ്ടായിരുന്നപ്പോ പട്ടിയൊക്കെ വന്ന് കടിക്കും. അതിനൊന്നും ഒരു സ്നേഹമാണ് ഒരു വേണ്ട വേണ്ടാടി എന്റെ കുഞ്ഞിനെ എന്നാ പറഞ്ഞ ചേച്ചി പറ്റാത്ത ചുറുക്കു നമ്മുടെ കുഞ്ഞിനെ ചേച്ചി പറ്റാത്ത ജസ്റ്റ് യൂസ് കറിയൊന്നും പറഞ്ഞാ ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. അവിടെ കുറച്ച് ഗൈസ് അവിടെ ഒരു റൂം ഉണ്ട് കേട്ടോ, നമുക്ക് അതൊന്നും കാണാം. ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെയാണ് അടുക്കള ഗൈസ്. ഇവിടെ ഉണ്ടോ, ഇവിടെയാണ് ഇതൊക്കെ ഭക്ഷണമൊക്കെ വെക്കുന്നത്. ഇവിടെയാണ് അടുപ്പൊക്കെ. യെസ്. അപ്പൊ ഈ റൂമിലാണ് കേട്ടോ. കൊള്ളാം. ഇവിടെ ഒരു കട്ടിൽ കിടപ്പുണ്ട് കേട്ടോ. കട്ടിലല്ല, കട്ടിലാണോ അത്? അതെ അതെ കട്ടില. എന്റെ മോനെ ആദ്യം. അപ്പൊ ഇവിടെയാണ് ചേച്ചിയുടെ അടുക്കള കേട്ടോ. കൊച്ചങ്ങ് പോരെ ബാ. അപ്പൊ ഞങ്ങള് പോവാണ് കേട്ടോ. അപ്പൊ വെയിലുണ്ട്, ഞാൻ പറഞ്ഞില്ല തുണിയൊക്കെ കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് അലക്കിയിടണം. അപ്പൊ അതിനെക്കുറിച്ച് ചേച്ചിയുടെ വീടും പരിസരവും ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, വരുന്നുണ്ടോ? എന്നെ കുറിച്ച് ചേച്ചി നമ്മുടെ താഴെ വരെ വരാന്നാണ് പറഞ്ഞത്. താഴേക്ക് പോവാം ഗൈസ്. പള്ളി കണ്ടിട്ടുണ്ട്. പള്ളി ഗൈസ് ഇനി നമുക്ക് കൂടെ പള്ളിയിലും കൂടെ പോവാം. പള്ളി ഇങ്ങനെ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഇനി പള്ളിയിലും കൂടെ പോയിട്ട് നേരെ വീട്ടിലോട്ട് പോട്ടോ. പള്ളിയിലും കൂടെ ഗൈസ് ഞങ്ങള് പള്ളിയിൽ വന്നിട്ട് ശ്രീകുട്ടനൊക്കെ വന്നപ്പോ ഒരു ഷോർട്ട് ഫിലിം എടുത്തായിരുന്നു. എന്ന് വെച്ചാ ഒരു ഷോർട്സ് ഒരു ഇതുപോലെ. അതെല്ലാരും കണ്ടെന്നും കൂടെ ഞങ്ങൾ വിചാരിക്കുന്നു. ഭയങ്കര വെയിലാട്ടോ ഗൈസ്. ഇവിടെ തണലത്ത് നിൽക്കാട്ടോ. ഈ തണലത്ത് നിന്നാലൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പള്ളി. ഇവിടെ യാക്കോബിച്ച് പള്ളിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, ഞാൻ നേരത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി എടുക്കണ്ട, അവിടെ ക്യാമറ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കുഴപ്പമില്ല. കുറച്ചേരം ഇവിടെ ഇരുന്നിട്ടോ നല്ല ആശ്വാസം കൂടെ നിൽക്കും. എനിക്ക് വെയിലത്ത് തുണി വിരിച്ചിടണം. കിടന്ന് തീരെ കളി ഈ വെയിലത്ത്. ഇവിടെ കേറാതി. എടാ ഞാൻ
എന്റെ കോലും മിഠായി താ. എന്റെ കോഴിമുട്ടായിതാ. ഒരു മണിക്കൂർ എടുക്കൂടെ പൊളി. ആദ്യം പൊളിച്ചു കൊടുത്തടാ അവന്. വേണ്ട പൊളിച്ചു കൊടുത്തിട്ടൊന്നുമില്ല, മറന്നുപോയി. എല്ലാരും സൊല്ലണ നമ്മില് മിഠായും കൈമാറി വേണോ? കഴിച്ചു കൊച്ചിനും വേണ്ടേ? വേണ്ട വേണ്ടേ? കഴിച്ചോട്ടെ. നമുക്ക് പോയാലോ? നല്ല വെയിലത്ത് തുണിയൊക്കെ ഒന്ന് വിരിച്ചിടണം. ഞാൻ കാലത്ത് റെങ്കണ്ണനോടാണോ കളി? അമ്പാൻ മുട്ടായതാടാ പള്ളിക്കകത്ത് 10 പട്ടി. ഒച്ചേട്ടന് ഭയങ്കര ശല്യം, ഭയങ്കര ഒച്ചയും പോകണം. അതോട് ഞാൻ കൂടി ഇവിടെ കയറി പോന്നു. എന്നറിഞ്ഞ അവിടെ ചേട്ടൻ പേടിച്ച അവിടെ നിൽക്കുക വണ്ടി പള്ളിയിലെ ആള്. ഞാൻ അവനെ പേടിക്കേണ്ട ധൈര്യമായിട്ട് എന്റെ ഓടിക്കാൻ ചേട്ടൻ ഓടിച്ചിട്ടുണ്ട്. കുത്തിൻ്റെ ഓടിച്ചു ഇറങ്ങിപ്പോ. ഇവിടെ അധികം നിക്കണ്ട, കാരണം ഇവിടെ പാമ്പൊക്കെ ഉണ്ട്. അവന്റെ മിഠായി പോവാട്ടോ. നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ, ഞങ്ങളെല്ലാവരും കൂടെ പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ പള്ളിയല്ല, നമ്മുടെ പള്ളി, നമ്മുടെ സ്ഥലത്തെ പള്ളി. അത് എപ്പോഴും നമ്മുടെ പള്ളിയാണല്ലോ. നമ്മുടെ യാത്ര അതേ ഉള്ളൂ. അതെ. ഈ പൂച്ചനെ നോക്കിയേ, ക്യൂട്ട് പൂച്ച, ഫുൾ വൈറ്റ്. ബൈ ബൈ ക്യൂട്ട് പൂച്ച. നമ്മൾ താഴത്തോട്ട് പോവാട്ടോ. ഗൈസ്, ഒടുവിൽ ഞാൻ വീട്ടിൽ എത്തിയിരിക്കുന്നു. ഇനി ആദിയും കുഞ്ഞേച്ചിയും ഒടുവിൽ വീട്ടിൽ എത്താൻ തുടങ്ങുന്നു. വയ്യട്ടോ ഗൈസ്, അവിടെ വരെ പോയിട്ട് വന്നു. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ കളിക്കാൻ പോയി, ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മഞ്ഞക്കുട്ടി ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചിയുടെ വീടും പരിസരം എല്ലാം കണ്ടു. ചേച്ചി കുറച്ച് സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് യൂട്യൂബിലൊരു ഫണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു രീതിയിൽ ചേച്ചിനെ ഒന്ന് സഹായിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടോ ഒന്നുമല്ല, പക്ഷെ ഒരു ആഗ്രഹം സഹായിക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഇത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിന്നെ പറയാനുള്ള കാര്യം, നമ്മുടെ ഫാമിലിയിൽ 10K സബ്സ്ക്രൈബേഴ്സായി എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മുന്നോട്ട് ഓരോ വീഡിയോസ് ഇടാനുള്ള പ്രചോദനവും നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാനും, ഇനി എല്ലാവരും നമ്മുടെ കുറേ പേരൊക്കെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. ഇത്ര ശതമാനം, ഒരു 80% ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണുക. കാരണം ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ, അത് തുടരെ നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.